ലോകത്ത് ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ഒരു അക്കൗണ്ടൻറ്റിനെ കാണാം. ചെറിയ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ അക്കൗണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെയായിരിക്കും. പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് രംഗത്ത് ഏറെ സുപരിചിതമായ എലാൻസ് ലേണിങ്ങിൻ്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഹിജാസ് ആഷിമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. CMA USA കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. സ്വാഗതം ഹിജാസ് ആഷിം. താങ്ക് യു സോ മച്ച്. നമ്മുടെ നാട്ടിൽ ഈ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പുസ്തകങ്ങൾ അതുപോലെ നോട്ട് ബുക്കിൻ്റെയൊക്കെയാണ് നമ്മുടെ കണക്കുകളൊക്കെ എഴുതി വെച്ചത്. അതായിരുന്നു നമ്മുടെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊക്കെ മാറി കമ്പ്യൂട്ടറൈസ്ഡ് ആയി, കുറേ മോഡേൺ ഒക്കെ ആയി. ശരിക്കും ഈ ഒരു കാലത്തുള്ള അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഇപ്പം പണ്ട് കാലത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്, പണ്ട് കാലത്ത് ഒരു BCom പഠിച്ച ഒരാൾക്ക് ഭയങ്കര വലിയ സാധ്യതകളായിരുന്നു പണ്ട്. കാരണം വളരെ ചുരുക്കം ആളുകൾ അത് പഠിച്ച് പാസ്സാവുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെയൊക്കെ വല്യുപ്പൻ്റെ കാലഘട്ടത്തിൽ പറയുന്നത് കേൾക്കാം, ഒരു BCom ഉണ്ടെങ്കിൽ ബാങ്കിലൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ ഇപ്പം ബാങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. പിന്നെ അങ്ങോട്ട് ഒരു PG ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്നുള്ള നിലയിലേക്ക് മാറി. കാരണം BCom ഒരുപാട് പേര് എടുക്കുന്നു എന്നുള്ള ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അതും കഴിഞ്ഞിട്ട് ഈ BCom എടുക്കുന്ന ആളുകളുടെ എണ്ണവും ഈ പറയുന്ന MCom എടുക്കുന്നതാണെങ്കിലും മറ്റു PGകളാണെങ്കിൽ ആളുകളുടെ എണ്ണം സപ്ലൈ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അവർക്കും ഈ ജോലി സാധ്യതയിൽ ചെറിയൊരു വന്നു, ഒരു ട്രബിൾ വന്നു, കുറവ് വന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു സാധ്യത തുറന്നു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പഴയ സിനിമയുണ്ട് നാടോടിക്കാറ്റ്, അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്ത് ചോദിച്ചാലും ലാലേട്ടൻ പറയാം BCom ഫസ്റ്റ് ക്ലാസ് ആണ്, BCom ഫസ്റ്റ് ക്ലാസ് ആണെന്നാണ്. അപ്പോൾ ശോഭന ഇത് പറയുമ്പോൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇവിടെ MCom ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് വരെ ജോലിയില്ല, പിന്നെയാണോ നിങ്ങളുടെ BCom ഫസ്റ്റ് ക്ലാസ് എന്ന്. ഇത് 1987 ഇറങ്ങിയ സിനിമയാണ്, അതായത് 35 വർഷമായി അത് ഇറങ്ങിയിട്ട്. അപ്പോൾ ആ ഡയലോഗിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നതാണ്. കാരണം ഇപ്പോൾ BComന് കുറ്റം പറയല്ല, അപ്പോൾ വെറും BCom മാത്രം എടുക്കുന്ന ഒരു ബേസിക് ആയിട്ട് മാറി ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ BCom പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ഒരു ബ്ലാങ്ക് ആണല്ലോ മൊത്തം. BCom മാത്രം പഠിച്ചത് കൊണ്ട് ഒരു വലിയൊരു സാധ്യതയിലേക്ക് എത്താൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലായി എൻ്റെ ടെൻഷന്. അപ്പോൾ അത് ഞാൻ MBA എടുക്കണമെന്ന് ആഗ്രഹിച്ചു. MBA ഇൻ ഫൈനാൻസോ അല്ലെങ്കിൽ MBA ഇൻ മാർക്കറ്റിങ്ങോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേ എനിക്കറിയാം MBA എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്കൂൾസിലോ നല്ല കോളേജുകളിലോ പോയിട്ട് MBA എടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും MBA എടുത്തിട്ട് നമുക്ക് എന്തില്ല, വാല്യൂ ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ ഞാൻ IIMൻ്റെ CAT എക്സാമിനേഷൻ ഉണ്ട്, ആ എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി. പക്ഷെ എനിക്ക് പ്രിപ്പറേഷൻ്റെ കുറവാവാം, എനിക്കെന്ത് കിട്ടിയില്ല, IIMൽ നല്ല സ്കോർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കയറാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും MBA എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ മാറ്റേഴ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാറ്റേഴ്സ്. ഇപ്പോൾ നമ്മളൊരു എണ്ണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒരു വർഷം ഏകദേശം 3.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ MBAക്കാർ പാസ് ഔട്ടായി വരുന്നുണ്ട്. ഒരു വർഷം 3.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകൾ MBA പഠിച്ച് പാസ്സാവുന്നുണ്ട്. അപ്പോൾ BComൻ്റെ എണ്ണം നമുക്ക് പറയണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ജോലി സാധ്യത ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ ആ സമയത്ത് MBA എന്ന് പറയുന്ന ആഗ്രഹം, നല്ലൊരു സ്കൂളിൽ കയറാമെന്ന് പറയുന്ന ആഗ്രഹം നിലച്ച സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത് വേറെ എന്തുണ്ട് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സാധ്യതയുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ? ഇപ്പോൾ നമ്മൾ BCom കേട്ടിട്ടുണ്ട്, MCom കേട്ടിട്ടുണ്ട്, MBA കേട്ടിട്ടുണ്ട്, ഇതൊക്കെ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് യൂണിവേഴ്സിറ്റി അല്ല കൊടുക്കുന്നത്, പകരം പ്രൊഫഷണൽ ബോഡിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് IMA എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ബോഡിയുടെ അംഗത്തുള്ള ആളുകളാണ്, വക്കീലന്മാർ ബാർ കൗൺസിൽ എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയിൽ അംഗത്തുള്ള ആളുകളാണെന്ന് പറയുന്ന പോലെ ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മെയിനായിട്ട് കൊമേഴ്സ് പ്രൊഫഷണൽ ബോഡീസ് 3 ഉള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് കേട്ടിട്ടുണ്ടോ, CA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ICAI എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതേപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, അതും പേര് ICAI എന്നാണ്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അവർ കൊടുക്കുന്ന കോഴ്സാണ് CMA ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ CS ഉണ്ട്, കമ്പനി സെക്രട്ടറിഷിപ്പ്, അവരുടെ ബോഡി ICSI എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ നമ്മളിവിടെ ഞാൻ പേഴ്സണലി പഠിച്ചത് CMA ഇന്ത്യ അല്ല, CMA USA എന്ന് പറയും. ആ USA എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഉണ്ട്,
ഇന്ത്യ കൊടുക്കുന്നുണ്ട്. സിമിലർലി എല്ലാ മേജർ കൺട്രീസും ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലൻസി ഉള്ളതും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഈക്വലന്റ് ഉള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ USA CA ഉണ്ട്, AICPA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയും. അവർ കൊടുക്കുന്ന കോഴ്സാണ് CPA. അമേരിക്കൻ CA ആണ് CPA. അമേരിക്കയിലേക്ക് ഓഡിറ്റിംഗ് നടത്താൻ ഈ CPA അവിടെ CPA എന്ന് പറയുന്നത്. അതേപോലെ UK CA ഇക്വലന്റ് ആയിട്ടുള്ളതാണ് ACCA എന്ന് പറയുന്നത്. അതേപോലെ CMAയിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ US ഈക്വലന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോഴ്സാണ് ഞാൻ ഈ പറയുന്ന BComന് ശേഷം എടുത്തിരിക്കുന്ന, ഞാനിപ്പം 8 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ്. ഈ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് IMA എന്ന് പറയും. ബോഡിയുടെ പേര് IMA എന്നാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്നാണ് ആ ബോഡിയുടെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്താൽ ഞാൻ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ IMAന്റെ മെമ്പറായി എന്നുള്ളതാണ്. ശരി. അപ്പോൾ ഇതിനെ ഒരു കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് CMA ഇന്ത്യ, CMA US അങ്ങനെ 2 കോഴ്സ് പറഞ്ഞല്ലോ. ഇതിനെ രണ്ടിനെ ഒന്ന് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. CMA ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ CMA USA ചൂസ് ചെയ്തത്? നിങ്ങൾ ഇന്ത്യയിലല്ലേ സ്ഥിതി ചെയ്യുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലല്ലേ, നിങ്ങൾക്ക് CMA ഇന്ത്യ എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ? അപ്പോൾ ഡെഫിനറ്റ്ലി CMA ഇന്ത്യയും CMA USAയും രണ്ടും നല്ല കോഴ്സുകളാണ്. പക്ഷേ അവനവന് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് കോഴ്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ CMA ഇന്ത്യയും CMA USA മാത്രമല്ല, ACCA, CIA, CFA, CPA തന്നെ പല കൺട്രീസിൻ്റെ CPAകളുണ്ട്, FRM തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതാത് ബോഡികൾ കൊടുക്കുന്നത്. ഇതിൽ ഇപ്പം ഞാൻ CMA സെലക്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ കോഴ്സുകളെ കുറിച്ച് ഡെപ്ത് ആയിട്ട് ഞാൻ അനലൈസ് ചെയ്തു. എല്ലാ കോഴ്സുകളും ഞാൻ പഠിച്ചു. എന്താണിത് BCom അതിന് ശേഷം അതായിരുന്നു എൻ്റെ പണി. ഓരോ കോഴ്സുകൾ എടുക്കുന്നു, അതിലെന്താണ് പഠിക്കാനുള്ളത്, അത് എത്ര വർഷം എടുക്കും പാസ്സാകാൻ വേണ്ടിയിട്ട്, അതിൽ എത്ര എക്സാമിനേഷൻസ് ഉണ്ട്, അതിൻ്റെ ജോലി സാധ്യതകൾ എവിടെയൊക്കെയാണ് തുടങ്ങിയിട്ട് ഞാൻ ഡെപ്ത് അനാലിസിസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ CMAനോടൊരു ഇഷ്ടം സ്ട്രൈക്ക് ചെയ്തത്. ലൈക്ക് ഇതിൽ കൂടുതലും പഠിക്കാനുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സാണ്. അപ്പോൾ ഈ സബ്ജക്ട്സ് ഡെപ്തിൽ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് CMAയിലേക്ക് ഞാൻ വന്നത്. അപ്പോഴും നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, CMA ഇന്ത്യ എടുക്കണോ CMA USA എടുക്കണോ എന്ന്. അപ്പോൾ ഞാൻ CMA USA എടുക്കാനുള്ള മേജർ റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എക്സാമിനേഷൻ ആണ് ആദ്യത്തെ റീസൺ. ഇപ്പോൾ CMA USAയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 എക്സാമിനേഷൻ ആണ് വരുന്നത്. 4 മണിക്കൂർ ദൈർഘ്യമുള്ള 2 എക്സാമിനേഷൻ ആണ് CMA USAക്ക് വരുന്നത്. നേരെ മറിച്ച് CMA ഇന്ത്യക്ക് നമ്പർ ഓഫ് എക്സാമിനേഷൻസ് കുറച്ച് കൂടുതലാണ്. ആദ്യം നമുക്കൊരു ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതണം, അല്ലെങ്കിൽ CAT എന്ന് പറയുന്ന വേറൊരു എക്സാമിനേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതണം. അതിനുശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ എഴുതണം. അത് 2 ഗ്രൂപ്പാണ്, ഓരോ ഗ്രൂപ്പിലും മൾട്ടിപ്പിൾ എക്സാമിനേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ എക്സാമിനേഷൻ എഴുതണം. ഫൈനലിലും 2 ഗ്രൂപ്പ് ഉണ്ട്, ആ 2 ഗ്രൂപ്പിലും 4 പേപ്പർ വീതമുണ്ട്. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് പേപ്പേഴ്സ് വളരെയധികം കൂടുതലാണ്. എക്സാമിനേഷൻസിൻ്റെ എണ്ണം ഒരു 16+ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അത് എന്നെ പിന്നോട്ട് വലിച്ചു CMA ഇന്ത്യയിൽ നിന്നും എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ CMA US ഞാൻ എടുക്കാനുള്ള റീസണ് പാസ് പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ കോഴ്സുകൾക്ക് പല കാരണങ്ങളാൽ പാസ് പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. ഇപ്പോൾ 20% അല്ലെങ്കിൽ 25% അല്ലെങ്കിൽ ഈവൻ 10, ചില വിൻഡോസിൽ 10% അതിൻ്റെക്കാളും താഴേക്ക് ആയിരിക്കും പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അത് എന്നെ ഒന്ന് ബേജാറാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സാവോ എന്നുള്ളൊരു പേടി വന്നു. പക്ഷേ CMA USAയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗ്ലോബലി പാസ് പെർസെൻറ്റേജ് നോക്കുമ്പം എബവ് 40%. അതായത് അതെ, ഒരു 100 ആൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 40 ആൾ പാസ്സാവും. അപ്പോൾ CMA ഇന്ത്യൻ കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയൊരു പാസിംഗ് റേറ്റാണ്. പക്ഷേ ഒരു BCom പഠിച്ചൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ MCom MBA പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഈ പാസ് പെർസെൻറ്റേജ് ശരിക്കും കുറവാണ്. കാരണം അത് ഏകദേശം ഒരു 80-90% കുട്ടികൾ പാസ്സാവുന്ന കോഴ്സുകളാണ്, സാധാരണ കോഴ്സുകൾ. പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ പാസിംഗ് പെർസെൻറ്റേജ് ആണ്. 40 ആളിൽ ഞാൻ പെടും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഇതിലേക്ക് എന്നെ നയിച്ചത് എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്നെ അലട്ടിയ ഒരു റീസൺ അല്ലെങ്കിൽ അലട്ടിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CMA USA അല്ലേ ഞാൻ എടുക്കുന്നത്, അപ്പോൾ അത് ഇന്ത്യയിൽ ജോലി സാധ്യത ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ അന്ന് എന്നെ അലട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ US പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും UKൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഈ രണ്ടും മേജർ കൺട്രീസ് അല്ലേ UK US എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ്. ബാക്കിയുള്ള കൺട്രീസിൻ്റെ കോഴ്സ് പോലെയല്ല. ഡെഫിനറ്റ്ലി ഇന്ത്യൻ്റെ കോഴ്സുകളും മൾട്ടിപ്പിൾ കൺട്രീസിൽ അക്സെപ്റ്റഡ് ആണെങ്കിൽ കൂടി മോർ ദാൻ ദാറ്റ് ഇപ്പോൾ നമ്മൾ എണ്ണം പറയുകയാണെങ്കിൽ CMA USA 150+ കൺട്രീസിൽ അക്സെപ്റ്റഡ് ആണെന്നുള്ള, വിച്ച് ഇൻക്ലൂഡ്സ് ഇന്ത്യ ഓൾസോ. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും പഠിച്ച് പാസ്സായി അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ
ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് മാത്രമല്ല, ഈവൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്ത്യ ഓൾസോ എന്നുള്ളത് മനസ്സിലായി. CMA USA ഒരു കരിയർ പോർട്ടൽ ഉണ്ട്. അതായത് CMA USA പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ മെമ്പർ ആവുന്നു. അങ്ങനെ മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CMA ഇന്ത്യൻ്റെ സൈറ്റിൽ തന്നെ ജോബിൻ്റെ വേക്കൻസീസ്, ലൈവ് ജോബ് വേക്കൻസീസ് അവരിടും ഒരു പോർട്ടൽ പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 ദിവസം മുന്നേ ആ പോർട്ടലിലേക്ക് ഒന്ന് കയറി നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. CMA USAയുടെ ഏറ്റവും കൂടുതൽ ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് ലൈവ് റൈറ്റ് നൗ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. നമുക്ക് സോർട്ട് ചെയ്യാം ഏതൊക്കെ കൺട്രീസിൽ എന്നുള്ള രീതിയിൽ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രീസിലെ ഇപ്പോഴുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ CMA ഇന്ത്യക്കായിരിക്കും ഇന്ത്യൻ കമ്പനീസിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുക, ഒരു മുന്നോട്ട് കിട്ടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പോൾ ടാക്സേഷൻ ആണെങ്കിലും റെഗുലേഷൻസ് ആണെങ്കിലൊക്കെ അവർ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്, നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യൻ കമ്പനീസിൽ ഇന്ത്യയിൽ ഒരു അപ്പർ ഹാൻഡ് CMA ഇന്ത്യക്ക് തന്നെയാണ്. പക്ഷേ അടുത്ത ക്രൈറ്റീരിയയാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതും എന്നെ അലട്ടിയിരുന്ന വേറൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ലൈക്ക് CMA USA ഞാൻ പാസ്സായത് വെറും 15 മാസം കൊണ്ടാണ്. അപ്പോൾ അത്രയും ഷോർട്ട് ഡ്യൂറേഷനാണ് ഈ US പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായ CMA USAക്ക് വരുന്നത്. അതായത് നമ്മുടെ കോച്ചിങ് ഒരു 8 മുതൽ 10 മാസം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1-1.5 മാസം ഒരു പാർട്ട് നന്നായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ എക്സാമിനേഷൻ എഴുതുന്നു. അപ്പോൾ ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ഇത് പാസ്സാകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡ്യൂറേഷൻ ഈസ് വെരി ലിമിറ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് കരിയറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് CMA ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഓഫ് എക്സാമിനേഷൻസ് അത്രയുണ്ട്. പാസ് പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഒരു ആവറേജ് വിദ്യാർത്ഥി അറൗണ്ട് ഒരു 3 to 3.5 ഇയേഴ്സ് വരെ എടുത്തേക്കാം CMA ഇന്ത്യ പാസ്സാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂറേഷനും എന്നെ CMA USAയിലേക്കാണ് അട്രാക്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടുള്ള ഈ റീസൺസ് പറയുമ്പോൾ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ CMA USA ആൻഡ് CMA ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്കൾ പറഞ്ഞു താങ്കൾ BComന് ശേഷമാണ് ഈ CMAനെ കുറിച്ച് പഠിച്ചതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ബാക്കി റിസർച്ച് നടത്തുന്നതും ഈ കോഴ്സിലേക്ക് എത്തുന്നതൊക്കെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള പ്രകാരം +2 കഴിഞ്ഞും ഈ കോഴ്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞും വരാം. ശരിക്കും ഏത് സമയത്താണ് ഇത് CMA USAയിലേക്ക് ചേരാൻ ഏറ്റവും നല്ല സമയം? ശരിക്കും ഞാനൊക്കെ +2 കഴിഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ +2 കൊമേഴ്സ് ഞാൻ എടുക്കാൻ തന്നെയുള്ള റീസൺ 10ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറവായതുകൊണ്ടാണ്. അങ്ങനെ ആയിരുന്നല്ലോ പണ്ട്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൊമേഴ്സിന് പോകണം, മാർക്കുള്ള ആളുകൾ എന്തിനു പോയാൽ മതി, സയൻസിന് പോയാൽ മതി, തീരെ മാർക്കില്ലാത്തവർ എന്തിനു പോയാൽ മതി, ഹ്യൂമാനിറ്റീസിന് പോയാൽ മതി എന്നുള്ള ട്രെൻഡിൽ പെട്ട ആളാണ് ഞാൻ. അങ്ങനെ കൊമേഴ്സിലേക്ക് വന്ന ആളാണ് ഞാൻ. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന CA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് മാത്രമേ അറിയാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ CA എന്ന് പറയുന്ന കോഴ്സ് അത്രയും ടഫാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് ഇല്ല എന്നുള്ള റീസൺസിലാണ് എല്ലാവരും കൂടി, നമ്മളും നമ്മുടെ കമ്പനിക്കാരെല്ലാവരും കൂടി BComലേക്ക് മാറിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ചോദ്യം എപ്പോഴാണ് ഇത് പഠിക്കാൻ വേണ്ടി പറ്റുക? CMA USA ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊരു ക്രൈറ്റീരിയയാണ് ഞാൻ പറഞ്ഞ 2 എക്സാമിനേഷൻ പാസ്സാവാന്നുള്ളത്. അതുകൂടാണ്ട് അപ്പോൾ 2 എക്സാമിനേഷൻ പാസ്സായ ഒരാൾ CMA ആയോ? ഇല്ല. വേറെയും മേജർ ആയിട്ടുള്ള 2 ക്രൈറ്റീരിയാസും കൂടി ഉണ്ട്. ഒന്ന്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഏതെങ്കിലും ഡിഗ്രി മതി, BCom വേണമെന്നില്ല, BScയോ BAയോ BTechോ എന്ത് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ഡിഗ്രി ഇവർക്ക് സബ്മിറ്റ് ചെയ്യണം. അടുത്ത ക്രൈറ്റീരിയ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഫൈനാൻസ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ഫീൽഡിലൊക്കെ 2 വർഷം ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരാൾ CMA ആവുള്ളൂ. CMAന്റെ ശേഷമാണ് ഈ 2 എക്സാം ഇതിന് ശേഷമാണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. ഈ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ ഡിഗ്രിയും നമുക്ക് എക്സാമിന്റെ മുന്നേ ആയാലും മതി, എക്സാമിന് ശേഷമായാലും മതി. അപ്പോൾ ഒരു +2 കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ എന്തില്ല, BCom ഡിഗ്രിയും ഇല്ല, എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ അവൻ എന്ത് ചെയ്യാം, എൻറോൾ ചെയ്തിട്ട് എക്സാമിനേഷൻ 2 എഴുതി പാസ്സാവാം. പിന്നെ 7 ഇയേഴ്സ് ടൈം ഉണ്ട് നമുക്ക് ഈ ഒരു എക്സാം BComോ അല്ലെങ്കിൽ എനി അതർ ഡിഗ്രിയോ സബ്മിറ്റ് ചെയ്യുന്നതിലും വർക്ക് എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്യുന്നതിലും 7 വർഷം സമയമുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്നൊക്കെ +2 കുട്ടികൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ എൻറോൾ ചെയ്ത സമയത്ത് തന്നെ ഇവർ BCom ഡിസ്റ്റന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇത് CMA പഠിച്ച് പാസ്സാവും, പാരലി അവർ BCom പഠിച്ച് പാസ്സാവും. എന്നിട്ട് ഒരുമിച്ച് ഒരേ സമയത്ത് അല്ല. BCom എന്ന് പറയുമ്പോൾ ഞാനൊക്കെ BCom 3 വർഷം പഠിച്ചതിന് ശേഷമാണ് ചിന്തിച്ചത് 3 വർഷം പഠിക്കാനുള്ളത് ഉണ്ടോ ഇത്. ഇപ്പൊ നമ്മളൊക്കെ ഡിഗ്രി എക്സാമിനേഷൻസ് എങ്ങനെയാണ് എഴുതിയെന്ന് നമുക്കറിയാലോ. അതായത് ഒരു 2 ദിവസം മുന്നേ ഇരുന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പാസ്സാവും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ CMA USAയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. CMA USAയിലും ഏകദേശം BComലുള്ള
പോർഷൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ ബികോം ഡിസ്റ്റന്റ് ആയിട്ട് പോയി എക്സാമിനേഷൻസ് ചെയ്താണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടിന്റെ ഏകദേശം ഒരേ വർഷമായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഇത് നമ്മൾ ഒരു ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ ജോലിയോടൊപ്പം ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ +2 കഴിഞ്ഞിട്ട് വേണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണോ? +2 കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. കാരണം ഒരു ഡിഗ്രി നിർബന്ധമാണ്. ഇപ്പൊ ഡിഗ്രി നമ്മൾ പാരലലി കൊണ്ടുപോയിട്ട് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. ഇനി ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രീന്റെ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസിന്റെ ക്രൈറ്റീരിയ മാത്രം മീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഡിഗ്രിയും +2 കഴിഞ്ഞ് ജോലിക്ക് കയറി ഒരുപാട് കുട്ടികൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലുണ്ട്. ഈ 8 മണി മുതൽ 10 മണി വരെ രാത്രി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ UAE യിൽ ഇതിന്റെ ജോലി സാധ്യത ഭയങ്കര കൂടുതൽ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അധിക പേരും ഒന്നെങ്കിൽ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ UAE യിലാണ് ഉള്ളത് കൂടുതൽ പേരും. അപ്പോൾ അവിടുത്തെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 10-15 വർഷം ഈ അക്കൗണ്ടിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇതിപ്പോൾ പഠിക്കാൻ വരുന്നുണ്ട്. അതിൻ്റെ മേജർ റീസൺ എന്താ അറിയോ? ഇപ്പോൾ ബികോം പഠിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ശ്രീജിത്ത് എന്നാ പേര്, ഞാൻ ശ്രീതേട്ടാന്നാണ് വിളിക്കാം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 45 വയസ്സായിക്കിന് പുള്ളിക്ക്, 40 എബോവ് ആണ് വയസ്സൊക്കെ കൃത്യമായി അറിയില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത്. പുള്ളി 2 പാസ്സായിട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, സാറേ ഞാൻ ഈ ബികോമും കൊണ്ട് എത്തുന്ന നിലയിൽ എത്തിക്കഴിഞ്ഞു. പുള്ളി 10 to 15 years എക്സ്പീരിയൻസ് ആയിട്ട് പുള്ളിക്ക് എത്രത്തോളം ഗ്രോത്ത് ഈ ബികോം വെച്ചിട്ട് എത്താൻ പറ്റുന്നോ അത്രയും ലെവലിൽ പുള്ളി എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയിട്ട് പുള്ളി സ്റ്റോപ്പായി. പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിയുടെ അത്ര പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ CMA ACCA ഒക്കെ കഴിഞ്ഞവർ പുള്ളി ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഈഗോ അടിച്ചു. പുള്ളി അപ്പം തന്നെ ജോലി രാജിവെച്ച് 2 മക്കളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ കോഴിക്കോട് വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചു. വെറും 1-1.5 വർഷം കൊണ്ട് പുള്ളി അത് പഠിച്ച് പാസ്സായി. പുള്ളി പഠിച്ച് പാസ്സായി എന്ന് മാത്രമല്ല അതേ കമ്പനിയിൽ ഏകദേശം ഡബിൾ ദ സാലറിയിൽ പുള്ളി വലിയൊരു പോസ്റ്റിലേക്ക് പ്ലേസ് ടൈം ചെയ്തു. അപ്പോൾ അതാണ് ഈ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് കണക്ട് ചെയ്യുകയാണെങ്കിൽ +2 കഴിഞ്ഞ് 2 എക്സാം എഴുതി കഴിഞ്ഞാൽ സർട്ടിഫൈഡ് ആവും, നമ്മൾ പാസ്സായി എന്ന് പറയാം. ഒരു കടമ്പ കടന്നു. പിന്നെ ബികോമിന്റെ അല്ലെങ്കിൽ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ക്വാളിഫൈഡ് ആയി. അതെ, CMA എന്ന് പറയുന്ന പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റുക ഈ എല്ലാ ക്രൈറ്റീരിയാസും നമ്മൾ മീറ്റ് ചെയ്താൽ. അതേസമയം ബികോം പാസ്സായ ഒരാളാണ് സംബന്ധിച്ചിടത്തോളം നേരിട്ടിട്ട് 2 എക്സാം എഴുതിയിട്ട് വർക്കിന് കയറിയിട്ട് അത് സബ്മിറ്റ് ചെയ്താലും ഈ വർക്കിന് കയറുന്നത് പറഞ്ഞല്ലോ, അത് ഇന്റേൺഷിപ്പ് ഒക്കെ പോലെയാണോ അതോ നമുക്ക് സാലറിയുടെ ജോബ് ആയാലും മതി? എന്തായാലും മതി. ഒരു അക്കൗണ്ടിങ് ഫൈനാൻസ് ഫീൽഡ് ഇന്ത്യയിലോ പുറത്തോ എവിടെയെങ്കിലും ഈ കൊമേഴ്സ് ഫീൽഡിലാവണമെന്നേ ഉള്ളൂ. ഈ അക്കൗണ്ടിങ് ഫൈനാൻസ് മേഖലയിൽ എവിടെയായാലും മതി. ഇനിയിപ്പോൾ ജോലി ഓൾറെഡി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രയർ എക്സ്പീരിയൻസും നമുക്ക് കൗണ്ട് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് CMA ചെയ്യുന്നത്. പുള്ളി ഓൾറെഡി ബികോം ഉള്ള ആളാണ്. പുള്ളി ഇത് പാസ്സായ ഉടനെ എന്തായി CMA ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ലേ? ഇല്ല, ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ടു ബി ഫ്രാങ്ക്, ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് 1-2 എക്സാമിനേഷനേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്ലെക്സിബിലിറ്റി തെളിയിക്കുന്ന എങ്ങനെയാ അറിയോ? ഈ എക്സാമിനേഷൻസ് എപ്പോൾ എഴുതണമെന്ന് കാൻഡിഡേറ്റിന് തീരുമാനിക്കാം. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻസ് എന്ന് പറയും. ഇതിന് എക്സാമിനേഷൻ വിൻഡോസ് വരുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 6 മാസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതാം. ഇപ്പൊ ജാനുവരി ഫെബ്രുവരി എഴുതാം, മെയ് ജൂൺ എഴുതാം, സെപ്റ്റംബർ ഒക്ടോബർ എഴുതാം. ഈ പറയുന്ന 6 മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഇപ്പൊ പാർട്ട് 2 ആദ്യം എഴുതുന്നെങ്കിൽ ആദ്യം എഴുതാം, പാർട്ട് 1 ആദ്യം എഴുതുന്നെങ്കിൽ ആദ്യം എഴുതാം, ഒരുമിച്ച് എഴുതുന്നെങ്കിൽ അങ്ങനെ എഴുതാം. ബട്ട് ഇസ് ഫ്ലെക്സിബിൾ. കാരണം ഇപ്പോൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഈവൻ നമ്മൾ 8 to 10 months കോച്ചിങ് കഴിഞ്ഞവരാവട്ടെ, അവരെപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഓരോരുത്തരും പ്രിപ്പറേഷൻ ടൈം വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അവർക്ക് തീരുമാനിക്കാം, ഓക്കെ എൻ്റെ പ്രിപ്പറേഷൻ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞുള്ളൂ, അപ്പോൾ ഫെബ്രുവരി 25 ഞാൻ എൻ്റെ എക്സാമിനേഷൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് മച്ച് ഫ്ലെക്സിബിൾ ആണ്. ഇനി ഇത് എവിടെ നിന്ന് എഴുതും എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് സെൻറ്റർ ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് സെൻറ്റർ ഉണ്ട് കേരളത്തിന് പുറത്തും ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ഒക്കെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ പല സ്റ്റുഡൻസ് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, അവർ പല കൺട്രീസിലാണ്. ഞാൻ പറഞ്ഞല്ലോ 150+ കൺട്രീസിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. ഏകദേശം അത്ര തന്നെ കൺട്രീസിൽ ഇതിൻ്റെ എക്സാമിനേഷൻസ് എഴുതാനുള്ള വകുപ്പുണ്ട്. UAE ഉണ്ട്, സൗദിയിലുണ്ട്, ഒരുപാട് കൺട്രീസിൽ ഇതിൻ്റെ എക്സാമിനേഷൻസ് എഴുതാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതെ, ഓൺലൈനാണ്, കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷനാണ്. പ്രോമെട്രിക് സെൻറ്റേഴ്സ് എന്ന് പറയും. അവിടെ പോയിട്ടാണ് നമ്മൾ എക്സാമിനേഷൻസ് ചെയ്താൽ 4 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻസാണ് വരുന്നത്. ഒരു എക്സാം 2 എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു എക്സാം 4 മണിക്കൂറിൻ്റെ എക്സാമാണ്. അതിൽ 3 മണിക്കൂർ 100 മാർക്കിൻ്റെ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 3 hours for 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ABCD ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന 1 മണിക്കൂർ നമുക്ക് essay ക്വസ്റ്റ്യൻ എന്ന് പറയും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെ മൊത്തം 500-ലാണ് ഒരു പാർട്ടിന്റെ എക്സാമിനേഷന്റെ ടോട്ടൽ സ്കോർ. 500-ലാണ് മാർക്ക്. അതിൽ 360 കിട്ടണം നമ്മൾ പാസ്സാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാധാരണ ബികോം ഒക്കെ നമുക്ക് 40%, 50% കിട്ടിയാൽ മതിയല്ലോ. ഇത് 360 out of 500 കിട്ടണം. 72% കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ പാർട്ട് പാസ്സാവുള്ളൂ.
ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ UAE ഇപ്പോൾ നിറയെ ആളുകളുണ്ട്, നിറയെ സാധ്യതകളുണ്ട്. അങ്ങനെ 150 രാജ്യങ്ങളിൽ അക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ നിന്നൊക്കെ പ്രത്യേകിച്ച് മലബാറിനാലും കേരളത്തിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്പേസാണ് ഗൾഫ് രാജ്യങ്ങൾ. 6 രാജ്യങ്ങൾ ഗൾഫ് GCC രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഈ UAE മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഇതിൻ്റെ ഒരു സ്കോപ്പ്, ജോലി സാധ്യത. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി CMA USA കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. പുള്ളിയുടെ സാലറി വാസ് 20,000 ബാക്ക് ദെൻ, അന്ന് 2016. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശമായിരുന്നു. ഇത് കിട്ടിയ ഉടനെ 1 ലക്ഷം സാലറി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എസ് അവന് 20,000 സാലറി കിട്ടിയപ്പോൾ നമ്മൾ നെട്ടി, 20,000 ഉള്ളൂ. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പോൾ നമുക്കൊരു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, നമുക്ക് എന്തും വേണം, എക്സ്പീരിയൻസും വേണം. ഇപ്പോൾ ആ 2 പാട്ട് പാസ്സായ ഉടനെ അവന് എന്താവുന്നില്ല, CMA ആവുന്നില്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു പരിമിതി അവനുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവൻ 2 വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അവൻ്റെ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട് അവൻ വേറൊരു നല്ലൊരു കമ്പനിയിലേക്ക് ജമ്പ് ചെയ്തു, ഇന്ത്യയിൽ തന്നെ, എറണാകുളത്ത് തന്നെ. അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ 5 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഹി ഗോട്ട് പ്ലേസ്ഡ് ഇൻ UK റൈറ്റ് നൗ. ഇപ്പോൾ UK പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 25,000-ൽ നിന്ന് 40, 45, 50-ലേക്കൊക്കെ പുള്ളി ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പം റൈറ്റ് നൗ ഈസ് ഏർണിംഗ് അറൌണ്ട് 5 lakhs INR ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് പുള്ളിക്കാരൻ UK ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആദ്യം ഇത് പഠിച്ച് പാസ്സായ ഉടനെ ഇപ്പോൾ ഈ കോഴ്സിന് വരുന്ന ആളുകൾ വിചാരിക്കുക ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വലിയ ശമ്പളം കിട്ടുന്ന, അങ്ങനെയല്ല ശരിക്കും റിയാലിറ്റിയിൽ. ഇപ്പോൾ ശ്രീജിത്തേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ശ്രീജിത്തേട്ടന് ഗ്രോ ചെയ്ത് ഒരു സ്ഥലത്ത് നിർത്തി. പുള്ളിക്ക് ലാക്ക് ചെയ്യുന്നത് എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ ആയിരുന്നു. പുള്ളിക്ക് എന്തുണ്ട്? എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. അപ്പോൾ പുള്ളി ഈ ക്വാളിഫിക്കേഷനും കൂടി വെച്ച സമയത്താണ് പുള്ളി എന്ത് ചെയ്തത്? വീണ്ടും മുന്നോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. നേരെ മറിച്ച് ഇപ്പം പാസ്സായിട്ട് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് CMA എടുക്കുന്ന പിള്ളേരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് CMA എടുക്കുന്ന പിള്ളേരാണെങ്കിലും അവർക്ക് ക്വാളിഫൈഡ് ആവും. അവർ പെട്ടെന്ന് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായാൽ ക്വാളിഫൈഡ് ആവും. പക്ഷെ ക്വാളിഫൈഡ് ആവുന്നതോടൊപ്പം അവർക്ക് എന്ത് ലാക്ക് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അതൊരു 2 to 3 years 4 years എക്സ്പീരിയൻസ് കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച സാലറിയും നമുക്ക് ഉദ്ദേശിച്ച ഗ്രോത്തും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. ഗൾഫിലെല്ലാം എല്ലാ രാജ്യങ്ങളും സാധ്യതയുണ്ട്. എക്സാക്ട്ലി എല്ലാ രാജ്യത്തും. ഇപ്പോൾ ഞാൻ പറഞ്ഞു 150+ കൺട്രീസിലും എല്ലാ കൺട്രീസിലും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും CMA ഇന്ത്യ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എപ്പോഴും സാധ്യത മുന്നിൽ നിൽക്കുന്ന CMA USA പഠിക്കാൻ തന്നെയാണ്. അതെ. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ട് സ്വന്തം ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ CMA ഇന്ത്യയൊക്കെ അതിനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും ഓഫീസ് തുടങ്ങാനാണെങ്കിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിലൊക്കെ കൂടുതലും CMA ഇന്ത്യക്കായിരിക്കും കൂടുതൽ സാധ്യത. ഇനിയല്ല ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കാം വർക്ക് ചെയ്യുക, ഒരു കുട്ടി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പുറത്തേക്ക് പോയേക്കാം എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനുള്ള ഒരാളാണെങ്കിൽ CMA USA ആയിരിക്കും അയാൾക്ക് ബെറ്റർ ചോയ്സ്. ഓക്കെ. ഈ ഗവൺമെന്റ് സർവീസിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഭയങ്കര എപ്പോഴും ആളുകളെ ഫസ്റ്റ് എന്ത് വലിയ ജോലിയായാലും ആദ്യം സാധ്യത പറയുന്നത് സർക്കാർ ജോലിയാണെന്നുള്ള ഭയങ്കര കാര്യമാണല്ലോ. ഇത്തരം കോഴ്സുകളുടെ അല്ലെങ്കിൽ CMA USA ആണെങ്കിലും ഇന്ത്യയൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഈ സാധ്യത എങ്ങനെ? ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ PSC അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ SSC അങ്ങനെയൊക്കെ? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച CA ഇന്ത്യ ആണെങ്കിലും CMA ഇന്ത്യ ആണെങ്കിലും CS ഇന്ത്യ ആണെങ്കിലും ഇത് മൂന്നിൻ്റെയും പ്രൊഫഷണൽ ബോഡി പാർലമെന്റിന്റെ ആക്ടിൽ പാസ്സായ 3 പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഗവൺമെന്റ് സെക്ടറിലും ഈ പറയുന്ന ഇന്ത്യൻ CAയും ഇന്ത്യൻ CMAയും ഇന്ത്യൻ CS-നും എന്തുണ്ട്? അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ ഫോറിൻ കോഴ്സുകൾക്ക് ഇന്ത്യൻ ഗവൺമെന്റിൽ ഈ പറയുന്ന പോലെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഇതുപോലെ തന്നെ ഒരു കോഴ്സാണല്ലോ ACCA. ഈ ACCAയും CMA US-ഉം തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സമയം, അപ്പോൾ ACCAയും എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. CMA USA അല്ലെങ്കിൽ ACCA എടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസി. UK-ൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ഓക്കെ. ഇത് USA-യുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് CMA USA. ഇത് ശരിക്കും 2 സ്പെഷ്യലൈസേഷൻ ആണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പറയാണ്, സാറേ എനിക്ക് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോടും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനോടും ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനോടാണ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ താല്പര്യം തോന്നിയത് എന്നാണെങ്കിൽ ഷീ ഷുഡ് ടേക്ക് CMA USA അല്ലെങ്കിൽ CMA ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് എടുക്കണം. ഇനി ACCA-യിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ CA-യിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അമേരിക്കൻ CA ആയ CPA-യിലേക്ക് വരുന്ന സമയത്ത് അതിൽ കൂടുതലും നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പഠിക്കുന്നത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഓഡിറ്റിങ്ങും ടാക്സേഷൻസും ഒക്കെയാണ് കൂടുതലായിട്ട് അതിൽ ഡെപ്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്കാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടി ACC-യിലോട്ട് ചൂസ് ചെയ്യണം. ഇപ്പോൾ
ACCA കുറിച്ച് പറയുകയാണെങ്കിൽ ACCAയും 180+ കൺട്രീസിലും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് തന്നെയാണ് ACCAയും. ACCA ഒരു +2 വിദ്യാർത്ഥിക്കും അതേപോലെ തന്നെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്കും ACCA ചൂസ് ചെയ്യാവുന്നതാണ്. +2 വിദ്യാർത്ഥി ചൂസ് ചെയ്യുമ്പോൾ 13 പേപ്പർ എഴുതി പാസ്സാവേണ്ടതുണ്ട്, 13 പേപ്പേഴ്സ് എഴുതി പാസ്സാവേണ്ടതുണ്ട്. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള BCom കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവന് ഈ പേപ്പറുകളിൽ ചിലപ്പം എക്സംഷൻസ് കിട്ടും. യൂണിവേഴ്സിറ്റിയും അവൻ ചെയ്ത കോഴ്സ് ഒക്കെ മായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ 4, 5, 6, 7, 8 എക്സംഷൻസ് ചിലപ്പോൾ അവന് കിട്ടിയേക്കാം. അപ്പോൾ റിമൈനിങ് പേപ്പറുകൾ എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു CMA USA ഒരു 1.5 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആണെങ്കിൽ ഇപ്പോൾ ഒരു +2 കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ACCA ഒരു 2-2.5 വർഷം എടുത്തേക്കാം. ഡിഗ്രി കഴിഞ്ഞ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷത്തിനുള്ളിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എപ്പോഴും ഈ ഇത്തരം അക്കൗണ്ടിങ് കോഴ്സുകളുടെ ഏറ്റവും ടോപ്പായിട്ട് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി CA തന്നെയാണ്. അപ്പോൾ CA കിട്ടാത്തവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞില്ല, ഇപ്പോൾ മെഡിക്കൽ കിട്ടിയില്ലെങ്കിൽ നേഴ്സിങ്ങിന് പോകാന്ന് പറയുന്ന പോലെ അങ്ങനെ ഒന്നാണോ ശരിക്കും? CA കിട്ടിയില്ലെങ്കിൽ അല്ല, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ CA എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രൊഫഷണൽ ബോഡി, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡി കൊടുക്കുന്ന കോഴ്സാണ്. അതേപോലെ ഇപ്പോൾ ഇന്ത്യയിൽ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും അധികാരമുള്ളൂ? ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് അധികാരമുള്ളൂ. അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ, CPA ആർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ എവറി മേജർ കൺട്രീസ് ഹാവ് ദെയർ ഓൺ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പാസ്സാവാൻ എന്തോ കൊണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. എൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ പല എൻ്റെ കൂടെ പഠിച്ച ആളുകളും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരും ഉണ്ട്. ഇനി ചിലവരെന്താവും, ചിലപ്പോൾ കുറേ വട്ടം എഴുതിയിട്ടും ഈ ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പാസ്സാവാണ്ട് വരും. അങ്ങനെയുള്ള പല സ്റ്റുഡൻസും എങ്ങോട്ട് വരാറുണ്ട്? ഈ ഫോറിൻ കോഴ്സുകളിലേക്ക് വരാറുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഫോറിൻ കോഴ്സ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ഇപ്പോൾ ACC എടുക്കുകയാണെങ്കിലും CMA USA നേരത്തെ പറഞ്ഞ പോലെ അറൌണ്ട് 40-50% പാസിംഗ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഉണ്ടായത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. ആ പാസ്സാവാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഫീൽ കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ ഫീസിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ എക്സാമിനേഷൻ ഫീസും ബാക്കിയുള്ള ഫീസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം നമ്മൾ INR-ലാണ്, ഇന്ത്യൻ റുപ്പിയിലാണല്ലോ പേ ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡോളറിലും പൗണ്ടിലാണ് പേ ചെയ്യുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഒരു ഹയർ ഫീസ് റേറ്റ് ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ നേരത്തെ പറഞ്ഞു 50% ജസ്റ്റ് 40% എന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും പലപ്പോഴും ബാക്കിയുള്ള കോഴ്സുകളൊക്കെ അപേക്ഷിച്ചിട്ട് 40% എന്ന് പറഞ്ഞാൽ ശരിക്കും കുറവാണല്ലോ. അതായത് 10 പേരെ എഴുതി കഴിഞ്ഞാൽ 4 പേരെ ജയിക്കും, 6 പേര് തോൽക്കും. അതാണല്ലോ ഇതിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ പറയുന്നത് +2 ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 സമയത്ത് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് മാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. അതൊരു അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ 8 വർഷമായി ഇത് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ചോദ്യത്തിന് ഒറ്റ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയും എല്ലാവർക്കും പാസ്സാവാൻ വേണ്ടി പറ്റും എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഡെപ്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഇടുന്ന എഫേർട്ട് സെയിം ആവണമെന്നില്ല. ഇപ്പോൾ ഈ ബുദ്ധിജീവികളായിട്ട് നമ്മൾ ബുജി എന്ന് മുദ്ര കുത്തിയിട്ട് മാറ്റപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ പാസ്സാവാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ടെക്സ്റ്റ് ബുക്ക് പോലും വായിച്ചിട്ടില്ല. പുള്ളി കുറച്ച് ക്ലാസ് നല്ല അറ്റൻറ്റീവായിട്ട് അറ്റൻഡ് ചെയ്തു, എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, നേരെ എക്സാമിന് പോയി, പുള്ളി പാസ്സായി. നല്ല ബുദ്ധിജീവിയായിട്ടുള്ള ആൾക്കാർക്ക് അത്ര എഫേർട്ട് ഇട്ടാൽ പാസ്സാകാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ മാതിരി ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടി വരും. ടെക്സ്റ്റ് ബുക്ക് 2 തവണ വായിക്കേണ്ടി വരും, ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെ പാസ്സാവും. ചിലപ്പോൾ ഒരു തവണ ചിലപ്പോൾ തോറ്റെന്ന് വരാം, അപ്പോൾ അടുത്ത തവണ പാസ്സാവും. ഇനി തീരെ ബാക്കോട്ടുള്ള ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം ഞാനൊക്കെ ഒരു 4 പേജ് ബുക്ക് വായിച്ചു തീരുന്ന സമയത്ത് അവൻ 1 പേജ് വായിക്കുന്നുണ്ടാവുള്ളൂ. മലയാളം മീഡിയമാണ് പഠിച്ചു വന്നത്. അപ്പോൾ അവൻ പാസ്സാവാൻ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് അധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എഫേർട്ട് നമുക്ക് ഈ ബ്രില്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? തോപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു വട്ടം തോറ്റിട്ട് വീണ്ടും എഴുതാം, വീണ്ടും. ശരിക്കും ഒരാൾക്ക് എത്ര തവണ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാം? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു 6 മാസം എണ്ണിയല്ലോ, അത് 3 വിൻഡോകളിലായിട്ടാണ് പറയാം. ജാനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, ഇങ്ങനെ 3 വിൻഡോ ആണ്. ഈ 3 വിൻഡോയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് 2 പാർട്ട് എഴുതാം, അല്ലെങ്കിൽ ഓരോന്ന് എഴുതാം. ഇങ്ങനെ എൻറോൾ ചെയ്ത മുതൽ CMA USA പാസ്സാവാൻ IMA നമുക്ക് 3 വർഷം തരും. 3 ഇയേഴ്സ്. 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 3 × 3 എത്രയുണ്ട്? 9 വിൻഡോസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 8 തവണ അല്ലെങ്കിൽ 7 തവണ നമുക്ക്
തോറ്റാലും പിന്നീട് തവണ പാസ്സായാൻ വേണ്ടി മതി. അപ്പോൾ അത്രയും അറ്റംപ്റ്റുകളുണ്ട്. ഇപ്പോൾ യൂഷ്വലി പഠിക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് വരുന്ന കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന 3 വർഷമൊന്നും എടുക്കാറില്ല. ഒരു 1.5 വർഷം, മാക്സിമം പോയോ 2, ഇനി അത്രയും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ടോ പാസ്സാവാറുണ്ട് പഠിക്കണമെന്നുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ ആ 3 years ടൈം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് വലിയ സമയമാണ്. ഇനി 3 years കൊണ്ടും പാസ്സായിട്ടില്ല എന്ന് വിചാരിക്കാം, വീണ്ടും നമ്മൾ എൻട്രൻസ് ഫീസ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ എൻറോൾ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആ 3 years റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ 9 തവണയും പാസ്സായില്ലെങ്കിൽ വീണ്ടും രജിസ്ട്രേഷൻ എൻറോൾ ചെയ്തിട്ട് വീണ്ടും 3 years നമുക്ക് വീണ്ടും അവർ സമയം തരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങളിപ്പോൾ 1ാമത്തെ പേപ്പർ പാസ്സാവുന്ന 2ാമത്തെ വർഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെ 3 year കടന്ന് അപ്പുറത്തേക്ക് പോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ പാസ്സായതും കൂടി എന്താവും, ഡിലീറ്റ് ആവും എന്നുള്ളതാണ് അതിലൊരു റിസ്ക് ഉള്ളത്. വീണ്ടും 1-2 കൂടി എഴുതണം. അതെ, എക്സാക്ട്ലി. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഇത് രണ്ടും പാസ്സാവും എന്നുള്ളതാണ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നു എന്നല്ല, നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാസ്സാൻ വേണ്ടി പറ്റും. ഈവൻ ഇപ്പോൾ നമ്മുടെ ഇലാൻസിൽ ബികോം പഠിച്ചെന്നല്ല, +2 പഠിച്ച വിദ്യാർത്ഥികൾ നല്ല മാർക്കോട് കൂടി 440, 430 ഒക്കെ 500 സ്കോർ ചെയ്തിട്ട് പാസ്സായിട്ടുണ്ട്. ഈ ബികോം അല്ല, അതർ സ്ട്രീംസ്, ഇപ്പൊ മാത്സ് പഠിച്ചൊരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു നമുക്ക്, പുള്ളി സ്കോർ ചെയ്തത് 500 450 ആണ്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ തെളിയിക്കുന്നത് ഈ ഇലാൻസിന്റെ അക്കാഡമിക് ക്വാളിറ്റിയാണ്. പിന്നെ ഏതൊരാൾക്കും ഇത് പഠിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതും അത് തെളിയിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഒരു വിദ്യാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവൻ ബികോം ആവട്ടെ, വേറെ ഏതെങ്കിലും സ്ട്രീം ആവട്ടെ, ഇവൻ സയൻസിലത്തെ കുട്ടികൾ വരെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഫ്രം സ്ക്രാച്ച് പറ മുതൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, കൊമേഴ്സിന്റെ ആദ്യ പാഠങ്ങൾ മുതലായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും പാസ്സാകാൻ വേണ്ടി പറ്റുന്ന കോഴ്സ് തന്നെയാണ്. എല്ലാവർക്കും ഇതിന്റെ അപ്പുറത്തേക്ക് 3 വർഷത്തിന് അപ്പുറം പോയ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള 7 വിദ്യാർത്ഥികളാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതിലൊരു 3 വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത്. ഞാനൊരു സാമ്പിൾ പറയുകയാണെങ്കിൽ, ബാക്കി ഒരു 3 വിദ്യാർത്ഥികൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൽ എയാമിന് ഈ പറഞ്ഞ മാതിരി ഒരു എക്സാമിനേഷൻ എഴുതി അത് തോറ്റു, വീണ്ടും അത് പാസ്സായി, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു, അപ്പത്തിന് 3 വർഷം കടന്നു പോയിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന പോലെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇതിനായിട്ട് എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുള്ളതും എഫേർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. അതുപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു പേപ്പർ പറഞ്ഞല്ലോ, ഒരു പേപ്പർ എഴുതുന്ന സമയത്തിന് രണ്ടും എഴുതണമെന്നുണ്ടോ? ഇല്ല, വെറുതെ ഒന്നിന് മാത്രം ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയ്താലും അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ 8 to 10 months കോച്ചിങ് കൊടുക്കുന്നത്, ഏകദേശം 1000 മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 2 പാർട്ടിനും കൂടിയാണ് കൊടുക്കുന്നത്. ആ 2 പാർട്ടും പഠിച്ചു കഴിഞ്ഞൊരു വിദ്യാർത്ഥി ആലോചിക്കും, എനിക്ക് ഏത് പാർട്ട് എഴുതണം. ചിലർ ആലോചിക്കും, പാർട്ട് 2 ആണ് എനിക്ക് സിമ്പിൾ, അത് ആദ്യം എഴുതിയേക്കാം, അത് ആദ്യം എഴുതും, അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച് അതിനെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് പാസ്സാവും, എന്നിട്ട് അടുത്ത പാർട്ട് എഴുതും, അത് പാസ്സാവും. ചിലർ ഈ പറഞ്ഞ മാതിരി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 2 പാർട്ടും പഠിച്ച സമയത്ത് അവർക്ക് വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, ഇത് സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും, 2 പാർട്ടും ഒരുമിച്ചിട്ട് അങ്ങ് എഴുതും. ജാനുവരിയിൽ 1 എഴുതിയാൽ ഫെബ്രുവരിയിൽ 1 എഴുതും, 2 അങ്ങ് പാസ്സായിട്ട് വരും. ഇതിന്റെ ഓരോ തവണ എക്സാമിന് ഫീ ഉണ്ടാവുമല്ലോ, അത് കമ്പാരിറ്റീവ് നേരത്തെ പറഞ്ഞു ഇവിടത്തേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞു, എങ്കിലും അത് ഓരോ തവണയും ഫീസ് പിന്നെ അടച്ചുകൊണ്ടിരിക്കണം. അത് ഓരോ തവണ ഈ 3 വർഷത്തേക്ക് ഒറ്റ ഫീസാണോ? ഇപ്പം ഇലാൻസ് ഞാൻ പറഞ്ഞു, IMA എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ ബോഡി, CMA USA കൊടുക്കുന്ന ഈ IMA എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയുടെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണറാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇലാൻസ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് വേറൊരാൾ രജിസ്റ്റർ ചെയ്യുന്ന അത്ര ഫീസ് എവിടെ വരില്ല. എലാൻസിൽ കൂടെ എലാൻസ് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫീസിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തോൽക്കുന്ന സമയത്ത് വീണ്ടും റീ അറ്റംപ്റ്റിന് എക്സാമിനേഷൻ ഫീസ് അടക്കണോ? യെസ്, ഫീസ് അടക്കണം. പക്ഷെ അറൌണ്ട് 30% ഡിസ്കൗണ്ടിലായിരിക്കും ആ ഫീസ് അവർ ചെയ്യാം. അപ്പോൾ അടക്കണം, ഡെഫിനറ്റ്ലി ഫീസ് അടക്കണം തോക്കുന്നോറും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പാസ്സാവുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. ശരി. ഇതിന്റെ അതുപോലെ തന്നെ കേട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന്റെ സിലബസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരും. എക്സാക്ട്ലി. ശരിക്കും നിങ്ങളൊരു ഫാക്കൽറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഓരോ തവണയും സിലബസ് മാറുന്നത്, കൂടുതൽ പ്രിപ്പറേഷൻ. ഇത് സ്റ്റുഡൻസിനെ എങ്ങനെ ബാധിക്കും? കാരണം ഒരു 3 വർഷത്തിനിടക്ക് ഇവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതി, അതിന്റെ ഇടയ്ക്ക് സിലബസ് മാറി, അപ്പോൾ പിന്നീട് അത് കിട്ടാത്ത സമയത്ത് വീണ്ടും ഇവരുടെ ഒരു പഠന രീതി മൊത്തം മാറ്റേണ്ടി വരില്ല. അതെ, ഇപ്പോൾ ബുദ്ധിമുട്ടിലുപരി ഞാൻ അതൊരു ചലഞ്ച് ആയിട്ടാണ് കാണുന്നത്. കാരണം അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ സിലബസ് ഇപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള സിലബസ് ആണെങ്കിലും +1 +2 സിലബസ് ആണെങ്കിലും നമ്മുടെ യൂഷ്വൽ യൂണിവേഴ്സിറ്റി കോഴ്സുകളുടെ ഡിഗ്രി ബിടെക് ആണെങ്കിലും ബികോം ആണെങ്കിലും സിലബസ് ആണെങ്കിലൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള സിലബസാണ് അല്ലേ. അത് ശരിക്കും ഒരു കുട്ടി പഠിച്ചിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ആ കുട്ടി പഠിച്ചതായിരിക്കില്ല മാർക്കറ്റിൽ അപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അതിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ
CMA USA വരുന്ന സമയത്ത് ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരിക്കും മാർക്കറ്റിലേക്ക് ഒരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് മാർക്കറ്റിൽ എന്താണോ റൈറ്റ് നൗ ഉള്ള ട്രെൻഡ്, ആ ട്രെൻഡ് ആയിരിക്കും ആ കുട്ടി പഠിച്ചിട്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം അല്ലെ, AI കാലഘട്ടം, എല്ലാത്തിലേക്കും ഈ പറയുന്ന മാതിരി ഈ റോബോട്ടിക്സും AI വന്നു അല്ലെ. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഒന്നും ഇനി എന്തില്ല, അങ്ങോട്ട് ഫ്യൂച്ചർ ഇല്ലാണ്ടായി മാറി. എല്ലാം ഈ പറയുന്ന AI എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന. ഇപ്പൊ ഈ അടുത്താണ് നമ്മൾ 1-2 വർഷമായിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് നിരന്തരം കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. പക്ഷെ CMA USA എന്ന് പറയുന്ന ഈ സിലബസിൽ 2020 ഒരു പുതിയ സെക്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ സെക്ഷന്റെ പേര് തന്നെ ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് എന്നാണ്. അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ഈ ബിഗ് ഡാറ്റ എന്താണ്, ഡാറ്റ ഗവർണൻസ് എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ്, ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി എന്താണ്, AI എന്താണ് തുടങ്ങിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ 2024 അല്ലെങ്കിൽ 2025 വേറെ എന്തെങ്കിലും ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ്ലി അതെന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ഫ്യൂച്ചർ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാം. ഫ്യൂച്ചറിൽ എന്താണോ വരുന്നത് അതിൽ ആദ്യമേ കുട്ടികളെ അവരെന്ത് ചെയ്യാണ്, എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്ഡേറ്റഡ് ആണ് കോഴ്സ് എന്നുള്ളതാണ്. കോഴ്സ് അപ്ഡേറ്റഡ് ആണ്, ശരിയാണ്. അതുപോലെ തന്നെ AI നെ കുറിച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ AI ഒരുപാട് പേരുടെ ലേ ഓഫ്സ് നടക്കും, ഒരുപാട് പേരെ ജോലി കളയും. അപ്പോൾ ഈ അക്കൗണ്ടിങ് മേഖലയിൽ ഇതിനെ AI ബാധിക്കുമോ? ഈ CMA വരുന്ന സമയത്ത് ഇപ്പോൾ പലതരം അക്കൗണ്ടിങ്ങുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ കമ്പനിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം, ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നു പറയും. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്തത് നമ്മൾ ഗ്രൂപ്പ് ആക്കി മാറ്റണം, ക്ലാസിഫൈ ചെയ്തിട്ട് ലെഡ്ജറിലോട്ട് മാറ്റണം. ലെഡ്ജറുകളൊക്കെ വർഷാവർഷം ട്രയൽ ബാലൻസിലോട്ട് മാറ്റണം. ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ ചിലത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ചിലത് ബാലൻസ് ഷീറ്റിലേക്കും, അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിനും കുറേ ആളുകൾ ആവശ്യം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയറിന്റെ കീഴിൽ, ഒരു ERPന്റെ കീഴിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്നാലും ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്കും ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ CMA കൂടുതൽ നമ്മൾ പഠിക്കുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കറാണ്. അതായത് കമ്പനീൻ്റെ മുന്നിൽ 2 ആൾട്ടർനേറ്റീവുകൾ വന്നു, ഇത് ചൂസ് ചെയ്യണോ, ഇത് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പല ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ഈവൻ AI വരെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ കമ്പനിക്ക് ഡിസിഷൻ പറഞ്ഞു കൊടുക്കും. ആൾട്ടർനേറ്റീവ് 2 ആണ് നല്ലത്, അതായിരിക്കും നല്ലത്. ആൾട്ടർനേറ്റീവ് 1 ചൂസ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് താഴോട്ട് പോകും. ആൾട്ടർനേറ്റീവ് 2 ആണെങ്കിൽ പ്രോഫിറ്റ് ഇത്രയായിരിക്കും, നമ്മൾ മുകളിലോട്ട് പോവുക എന്ന് പറഞ്ഞ് ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഡിസിഷൻ മേക്കറാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. എനിക്ക് തോന്നുന്നില്ല AI എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഡെഫിനറ്റ്ലി റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരും എന്നുള്ളത് തീർച്ച. പക്ഷെ ഈ പറയുന്ന ഒരു ഹ്യൂമൻ ടച്ച് വേണ്ട സംഗതികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസിങ് ഡിസിഷൻ. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എത്ര വിലക്ക് വിൽക്കണം, മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നു, എന്നിട്ട് ആ ഡിസിഷൻസ് എടുക്കുന്നു. അങ്ങനെ ഒരുപാട് ഡിസിഷൻസുകളുണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഈ AI നമ്മളെ സഹായിക്കും, പക്ഷെ അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ട് നിർബന്ധമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊത്ത് AI-ക്ക് ഒത്ത് നമ്മുടെ ഫൈനാൻസ് ഇൻഡസ്ട്രിയും അക്കൗണ്ടിങ് ഇൻഡസ്ട്രിയും ഇവോൾവ് ആയി വരണം എന്നുള്ളതാണ്. അത് വരികയും ചെയ്യും. ശരി ശരി. ഇപ്പോൾ ഡിസിഷൻ മേക്കറാണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പഠിക്കുന്ന ആളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് ശരിക്കും ഒരു ക്വാളിഫൈഡ് ഒരാളുടെ? ഇപ്പോൾ CMA USA നമ്മൾ ശരിക്കും 12 കോറായിട്ടുള്ള സെക്ഷൻസുകൾ പഠിക്കുന്നുണ്ട്. പാർട്ട് 1 6 സെക്ഷൻസ്, പാർട്ട് 2 6 സെക്ഷൻസ്. ഇത് പാസ്സായ ഒരു വിദ്യാർത്ഥി ഈ കൊമേഴ്സ് മേഖലയിൽ പല സ്പെഷ്യലൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇൻട്രസ്റ്റ് പോലെ. ചില ആൾക്കാർ ഈവൻ ഓഡിറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനീൻ്റെ കാര്യങ്ങൾ ചെയ്തു വെച്ചത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾ ഇന്റേണൽ ഓഡിറ്റിംഗ്, ഇന്റേണൽ കൺട്രോളിൽ ഒരു കമ്പനിയിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യണം, ഇനി അത് വരാണ്ടിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനീൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടെത്താം. ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് വരും, റെന്റ് വരും, മെറ്റീരിയലിന്റെ കോസ്റ്റ് വരും, ലേബറിന്റെ കോസ്റ്റ് വരും, അതർ ഓവർ ഹെഡുകൾ വരും. അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ പല മൾട്ടിപ്പിൾ പ്രൊഡക്ട്സും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും എത്ര കോസ്റ്റായി എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അതിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അത് കണ്ടെത്തിയതിന് ശേഷം അതിനെ അനലൈസ് ചെയ്യും, ഇവിടെ എത്ര കോസ്റ്റ് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. അതായത് കമ്പനീൻ്റെ കയ്യിൽ ഒരു എക്സസ് ആയിട്ടുള്ള സെർട്ടൻ എമൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഏത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്ലാനുകൾ ഓപ്റ്റ് ചെയ്യണം. ഓരോ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻവെസ്റ്റ്മെന്റ് 10 വർഷമുള്ളത്, അപ്പോൾ 10 വർഷം ഇന്ന എമൗണ്ടുകൾ കിട്ടുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ പഠിക്കണം, അത് ചെയ്യണം. അങ്ങനെ
ഒരു മൾട്ടിപ്പിൾ ഒരു 5 ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1 കോടി രൂപയുണ്ട് എക്സസ് ആയിട്ട് എന്ന് വിചാരിക്കുക. എക്സസ് ആയിട്ട് 1 കോടി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ട് അതിന്റെ വാല്യൂ കുറയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് പകരം ഈ 1 കോടി എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് തീരുമാനിച്ചു പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പല പല ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എല്ലാ ആൾട്ടർനേറ്റീവ്സും നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കമ്പനിക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് മേഖലയിലേക്ക് ഒരു CMA കാരന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോലി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു വലിയ മേഖല ബഡ്ജറ്റിംഗ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു വെക്കും ഈ വരാൻ പോകുന്ന വർഷത്തിൽ എന്തെല്ലാം ചെയ്യണം, നമ്മുടെ സെയിൽസ് എത്രയായിരിക്കണം, നമ്മുടെ പ്രൊഡക്ഷൻ എത്രയായിരിക്കണം, നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ ഓരോ മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽ വേണം, അത് എത്രണ്ണം വേണം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കാനും ഈ ബഡ്ജറ്റിംഗ് എന്നാ പറയുക അതിനും CMAസിന് എടുക്കാറുണ്ട് എന്നുള്ളതാണ് കമ്പനീസിൽ. ശരിക്കും മൾട്ടിപ്പിൾ റോൾസ് ഉണ്ടല്ലേ? എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ റോളുകളും നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളതും കൂടിയാണ്. അങ്ങനെയാണ് ഈ 12 പേപ്പറുകൾ. എക്സാക്ട്ലി. ഓക്കെ, ഇനി ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എലാൻസിൽ ഒരു കുട്ടി പഠിക്കാൻ വരണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അട്രാക്ഷൻസ്? ഇപ്പോൾ CMA USA ഒരു കുട്ടി പഠിക്കാൻ എലാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് കാണുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു ഫീൽഡിലുണ്ട്. അറൗണ്ട് 1000+ സ്റ്റുഡൻസിനെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഷെഫീഖ് സാറുണ്ട് നമ്മുടെ ഇതേപോലെ 7 years എക്സ്പീരിയൻസ് ഉള്ളൊരു ഫാക്കൽറ്റിയാണ് ഷെഫീഖ് സാർ. ഷെഫീഖ് സാർ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികളെ 1000+ കുട്ടികളെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഷെഫീഖ് സാറിന് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സംഗീത മാം എന്ന് പറയും. സംഗീത മാം CMA ആണ്, CFA ക്വാളിഫൈഡും ആണ്. വേറൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് CFA. പുള്ളിക്കാരത്തേക്ക് 22 years ഓഫ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. 22 വർഷത്തെ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പല റോളുകളിൽ. അപ്പോൾ അതൊക്കെ ആ 22 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചില്ലറയല്ല. ആ 22 വർഷത്തെ എക്സ്പീരിയൻസ് നിന്ന് പുള്ളിക്ക് കിട്ടിയ ആ ഒരു നോളജ് നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പഠിപ്പിക്കുക മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇൻസൈറ്റ് നമുക്ക് എലാൻസിൽ നിന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഫാക്കൽറ്റീസ് ഇസ് ഒരു മേജർ ഫാക്ടറാണ് എലാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നമ്മൾ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഈ കോഴ്സ് എടുത്തതിനെ കുറിച്ചോ എലാൻസ് ചൂസ് ചെയ്തതിനെ കുറിച്ച് എന്ത് ചെയ്യില്ല, റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫാക്കൽറ്റീസിലുപരി നമ്മൾ വിചാരിക്കും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലേ ഇത്, പഠിക്കുന്ന സമയത്ത് ഈ ഇൻസൈഡൊക്കെ ആക്കി വന്നിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക. അങ്ങനെയല്ല. നമ്മൾക്കറിയാം നമ്മുടെ വരുന്ന കുട്ടികൾ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഉണ്ടാവാം, ഡിഗ്രി വരുന്ന കുട്ടികൾ ഉണ്ടാവാം. അവിടെ അറിവും നമുക്ക് അളക്കാവുന്നുള്ളൂ, കാരണം നമ്മളൊക്കെ അത് പഠിച്ചു വരുന്നതാണല്ലോ. അപ്പോൾ നമുക്കറിയാം അവർ ഏതാ ലെവലിൽ നിന്ന്. അപ്പോൾ ആ ലെവലിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഇൻ ഡെപ്തിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്നും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പഠിത്തമാണോ എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയും അല്ല. ഇപ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥി വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷറാവും, നമ്മൾ വേറെ എന്തെങ്കിലും മാനസിക നില തെറ്റിയെന്ന് വരാം. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിനും സ്പോർട്സ് ആക്ടിവിറ്റീസിനും നമ്മൾ ഇമ്പോർട്ടൻസ് പാരലലി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവരെ ജോബ് ഓറിയന്റഡ് ആയിട്ട് ജോബിന് ഫിറ്റ് ആക്കാനുള്ള അതർ ആക്ടിവിറ്റീസും നമ്മളിപ്പോൾ ഇന്റർവ്യൂ ടെക്നിക്സ് ആണെങ്കിലും റെസ്യൂമേ പ്രിപ്പറേഷൻ ആണെങ്കിലും ഇനി ഈ CMA USA അല്ലാണ്ട് ഇപ്പോൾ എക്സൽ അതേപോലെ തന്നെ പവർ BI തുടങ്ങിയിട്ടുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ അവരുടെ ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ അത്തരം സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മലയാളികൾ ഭയങ്കര മിടുക്കന്മാരാണ്. പക്ഷേ നമ്മൾ മിടുക്കന്മാരാണെന്ന് അപ്പുറത്തിരിക്കുന്ന ഇൻ്റർവ്യൂവറിനെ അറിയണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് മികച്ച വഴി കാണിച്ചു കൊടുക്കാനും അവരുടെ ഒരു കരിയർ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വീണ്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.